ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പ് അവിടെ തുടരുകയാണ്. 17 ലക്ഷം പേർ വോട്ട് ചെയ്തുവെന്ന് ന്യൂയോർക്ക് സിറ്റി ബോർഡ് ഓഫ് ഇലക്ഷൻസ് പറയുന്നു. പ്രവചനങ്ങളെല്ലാം ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനിക്ക് അനുകൂലമാണ് എന്നുള്ളത് നമ്മളെ കൂടി സന്തോഷിപ്പിക്കുന്നു. എന്നാൽ ഇത് ദുഃഖിപ്പിക്കുന്ന ഒരാളുണ്ട് അമേരിക്കൻ വൈറ്റ് ഹൗസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ. മംദാനി ജയിച്ചാൽ നഗരത്തിന് വിപത്താകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. മാത്രമല്ല അങ്ങോട്ട് എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്യാം അതെല്ലാം ചെയ്യുമെന്ന് ട്രംപ് ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ നിന്ന് നമ്മളുടെ തത്സമയ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി മധു കൊട്ടാരക്കര ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. ടൈംസ് സ്ക്വയറിൽ നിന്ന് കൊച്ചിയിലെ കാക്കനാടേക്ക് താങ്കൾക്ക് സ്വാഗതം. അപ്പോൾ എന്താണ്, നമ്മുടെ ഇന്ത്യൻ വംശജൻ കടന്നു പോകുമെന്നാണല്ലോ ഇതുവരെ കിട്ടുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ വലിയ നിരാശയാവുമല്ലോ നമ്മുടെ പ്രസിഡന്റിന്. ഗുഡ് മോർണിംഗ് SKN. വോട്ടെടുപ്പ് തീരുവാൻ ഇനി വെറും 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഇതിനോടകം 17 ലക്ഷം പേർ വോട്ട് രേഖപ്പെടുത്തി. ഇത് തന്നെ വലിയൊരു റെക്കോർഡാണ്. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജനായിട്ടുള്ള സോൺ മംദാനി നല്ല വിജയം കാഴ്ചവെക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് സർവേ ഫലങ്ങളും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രൗണ്ട് റിയാലിറ്റിയും. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണിലെ ഒരു കരടാണ് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ച എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഏറെ അഭിമാനിക്കാൻ പറ്റുന്നത് ഇന്ത്യൻ വംശജയായ മീര നായരുടെ പത്മഭൂഷൺ 2012 ലഭിച്ച മീര നായരുടെ മകനാണ്. വളരെ ശക്തമായ ഇടതുപക്ഷ ചിന്താഗതികളോടുകൂടി, ഇടതുപക്ഷ ആശയങ്ങളോടുകൂടി, പാലസ്തീൻ അനുകൂല നിലപാടുകളോടുകൂടി വ്യത്യസ്തമായ ക്യാമ്പയിനിലൂടെ മംദാനി ജനഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് സമ്പന്ന വർഗക്കാരെ നോട്ടമിട്ടിരിക്കുകയാണ് മംദാനി. അതായത് അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന നികുതി ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനായും, പ്രത്യേകിച്ച് ന്യൂയോർക്കിലെ ബസ് സർവീസ് സൗജന്യമാക്കുക, ഗ്രോസറി സ്റ്റോറുകളിലൂടെ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ന്യൂയോർക്ക് നഗരത്തിൽ എത്തിക്കുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച ക്യാമ്പയിനിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായത് ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ ന്യൂയോർക്ക് പോലീസിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവിടും. ഇത്തരം കാര്യങ്ങളിലൂടെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ബറാക് ഒബാമയ്ക്ക് ശേഷം ഒരുപക്ഷെ മറ്റൊരു രീതിയിലേക്ക് കടന്ന് രാഷ്ട്രീയ പ്രവേശനം നടത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ട് വേണമെങ്കിൽ മംദാനിയെ നമുക്ക് വിശേഷിപ്പിക്കാം. ബറാക് ഒബാമ ഇദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും ഉണ്ടായി. തന്നെയുമല്ല, രാഷ്ട്രീയ പ്രചരണ സമയത്ത് തന്നെ വിവാദങ്ങളുടെ ചുഴിയിൽ പെടുകയും ചെയ്തിട്ടുണ്ട്. ഒബാമയുടെ സമയത്ത് ഒബാമയുടെ ജനന സർട്ടിഫിക്കറ്റ് ആയിരുന്നു വിവാദമെങ്കിൽ മംദാനി അമേരിക്കയിൽ എത്തിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും അഴിച്ചുവിട്ടിരുന്നു. അദ്ദേഹത്തെ വേണ്ടി വന്നാൽ ഡീപ്പോർട്ട് ചെയ്യുമെന്ന് വരെ ഒരു സമയത്ത് പറയുകയുണ്ടായി. ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിൽ ഇന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്, ജൂത വംശജർ മംദാനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വെറും പമ്പര വിഡ്ഢികളായിരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ഈ ചില ആൾക്കാർ പറയുന്നത് SKN പിടിച്ചു നിൽക്കാൻ മധു കൊട്ടാരക്കര മാത്രമേ ഉള്ളൂ. അയ്യോ, മധുവിനോട് പിടിച്ചിരിക്കാൻ പറ്റിയ പാടാ. ടൈം സ്ക്വയറിൽ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.